ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന ജീവിതം തഖ്വയിലധിഷ്ഠിതമായി ജീവിച്ചു തീർക്കാനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആദർശവാക്യം ഒരു വിട്ട് മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയല്ല. ഈദ് നമസ്കാരത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ദീനിൻ്റെ ഭാഗമായ ഒരു ചെറു ഹസ്രമായ ഉത്ബോധനം, അത് തിരുചര്യയായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഉത്ബോധനം കൂടി നടപ്പിലാക്കുന്നത്. വളരെ ചെറിയ വാക്കുകളിൽ, കുറഞ്ഞ വാക്കുകളിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നുണ്ട്, നബി ലഖദ് ശിബ്ത യാ റസൂലല്ലാഹ്, അങ്ങ് വല്ലാണ്ടങ്ങ് വയസ്സായി പോയല്ലോ നബി. വല്ലപ്പോഴും കാണുന്ന ഒരാൾ പെട്ടെന്ന് പറയുന്ന ഒരു വാക്ക് പോലെ നമുക്ക് തോന്നുമെങ്കിലും എന്നും കാണുന്ന അബൂബക്കറാണ്, എന്നും റസൂലിനെ കാണുന്ന ആളാണ്. എന്നിട്ടും ഒരു ദിവസം കണ്ടപ്പോൾ റസൂലിനോട് പറയണം, വല്ലാണ്ടങ്ങ് വയസ്സായി പോയല്ലോ നബി എന്ന്. അതെ അബൂബക്കറെ, വയസ്സായിട്ടുണ്ട്. ശയ്യബത്തിനി ഹൂദുൻ വ ഖവാതുഹ, ഹൂദും ഹൂദിൻ്റെ സഹോദരിമാരും കൂടി ചേർന്ന് എന്നെ വയസ്സാക്കി കളഞ്ഞു അബൂബക്കറെ എന്ന് ബഹുമാന്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂദും ഹൂദിൻ്റെ സഹോദരിമാരും എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദും ഹൂദിൻ്റെ സമാന സ്വഭാവമുള്ള ചില അധ്യായങ്ങളുമാണ്. അതിൽ കൂടുതലായി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും ഒട്ടനവധി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഹൂദ്. അതുമാത്രമല്ല, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക് എന്ന വിശുദ്ധ ഖുർആൻ്റെ ഈ വാചകമുണ്ട് സൂറത്തുൽ ഹൂദിലെ 112 ആയത്ത്. ഈ ഒരു ആയത്ത് റസൂലിന് ഇറങ്ങിയിട്ടുള്ള ഗംഭീരമായ വാചകങ്ങളാണ്, വചനങ്ങളാണ്. ഇന്ന സനുൽക്കി അലൈക കൗലൻ സഖീല എന്ന് ഭാരമേറിയ വാചകങ്ങൾ നിങ്ങൾക്ക് ഇറങ്ങാനിരിക്കുന്ന നബിയെ. ഇതൊരു തുടങ്ങിയിട്ടുള്ളൂടെ. ഹിറായിൽ നിന്ന് ആദ്യ സന്ദേശവുമായി വീട്ടിലേക്ക് വന്ന് പുതച്ചുറങ്ങിയ പ്രവാചകനെ വിളിച്ചുണർത്തിയ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇത് ആരംഭമാണ്, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗംഭീരമായ വാക്കുകൾ വരാനിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഖൻ മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ഖുർആൻ എത്ര ഗംഭീരമാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ അലമാരകൾ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ കാണുന്ന കേവലം സാഹിത്യ സൃഷ്ടിയല്ല അത്. ഒരു വേള വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതീർണമാക്കിയത് ഏതെങ്കിലും പർവ്വതങ്ങൾക്ക് മുകളിലായിരുന്നുവെങ്കിൽ ആ പർവ്വതങ്ങൾ പൊടിഞ്ഞു ധൂളിയായി പോകുമായിരുന്നു. അത്രയും ഗംഭീരമാണ് വിശുദ്ധ വചനങ്ങളെന്ന്. അങ്ങനെ അള്ളാഹുവിൻ റസൂലിന് അവതീർണമായ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായിരുന്നു. ആ ഗാംഭീര്യമുള്ള അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ക്ഷീണിപ്പിച്ച് കളഞ്ഞത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഭാരമായി അനുഭവപ്പെട്ട വാചകം എന്നുള്ളത് ഫസ്തഖിം കമാ ഉമിർത്, താങ്കളുടെ എന്താണോ പറഞ്ഞത് അതുപോലെ നിൽക്കണം എന്ന അള്ളാഹുവിന് കൽപ്പന. താങ്കളുടെ എന്ത് പറഞ്ഞുവോ അതുപോലെ താങ്കൾ പാലിക്കണം. അങ്ങനെ പ്രവാചകരെ അങ്ങ് അവസാന നിമിഷം വരെയും പുലർത്തണം. അടിയുറച്ച പേരുകളുള്ള പർവ്വതങ്ങൾ പോലെ ദീനിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നങ്കൂരമിട്ട് നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. താങ്കളോടൊപ്പമുള്ളവരോടും അത് പഠിപ്പിച്ചു കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ. ഇതിന് പോലെ ഗംഭീരമായ, ഇതുപോലെ പ്രവാചകനെ ക്ഷീണിപ്പിച്ചൊരു വാചകമില്ല. അങ്ങനെ ചെറിയ കാര്യമില്ല, വളരെ ചെറിയൊരു കാര്യമല്ല ഇവിടെ പറഞ്ഞു വെച്ചത്. ഒരു കാര്യം തുടങ്ങി വെക്കാൻ ഒരു നിമിഷത്തിൻ്റെ ആവേശം മതിയാകും. ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യാനോ പറയാനോ ഒരു നിമിഷത്തിൻ്റെ ആവേശം മതിയാകും. അതുകൊണ്ട് തന്നെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം തുടങ്ങി വെക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഒരു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കൽ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ അത് അവസാന നിമിഷം വരെയും പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ആവേശത്തിൽ നമുക്ക് വിശുദ്ധ റമദാനിൽ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാകും. വിശുദ്ധ റമദാനിൽ നമ്മൾ കൈവരിച്ച ജീവിത വിശുദ്ധി, നമ്മൾ കൈവരിച്ചിട്ടുള്ള ദീനിയായ ചിട്ടകൾ, ഈ ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് ഈദ് മുസൈലിനെ അവസാനിപ്പിച്ച് നമുക്ക് ഇറങ്ങിപ്പോകാം. അങ്ങനെ പോകുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണത്. നമ്മളൊരു മാസം കൊണ്ട് സ്വയത്തമാക്കിയിട്ടുള്ള ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ ബലവും കരുത്തുമെല്ലാം ഈ ഈദ് മുസല്ലയിൽ വിട്ട് പഴയതുപോലെ നമുക്ക് പിന്നെയും ആഘോഷങ്ങളിലേക്ക് തിമിർപ്പിലേക്ക് ഇറങ്ങി ചെല്ലാമെന്നാരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ആയത്ത് പറഞ്ഞത് ഫസ്തഖിം കമാ ഉമിർത. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ആവേശപ്പുറത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇറങ്ങിപ്പോകുന്നതിൻ്റെ പേരല്ല ഇസ്ലാം.
അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബി എന്ന് ചോദിച്ചു, നബിയെ അങ്ങ് എന്നെ ഇസ്ലാമിനെ കുറിച്ച് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണം. ഈ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റാരോടും ഒരിക്കലും ഈ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ടി വരരുത്. സമഗ്രമായ ഒരു വിശദീകരണം എനിക്ക് നൽകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സഹാബി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ വിശാലമായ ഒരു വിശദീകരണം കൊടുത്തു. ചെറിയ വാക്കുകൾ. അള്ളാഹു റസൂൽ പറഞ്ഞു, കുൽ ആമന്തു ബില്ലാഹി സുമ്മസ്തഖിം, നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയൂ. ആമന്തു ബില്ലാഹി, ഈമാൻ നന്നാക്ക്. നീ ഒന്നാമത് അള്ളാഹുവിൽ മാത്രം ദൈവമായി അംഗീകരിക്കുന്ന ഒരു വിശ്വാസം അത് നീ പ്രഖ്യാപിക്ക്. ഫസ്തഖിം, എന്നിട്ട് അതിൽ അടിയുറച്ച് നിൽക്ക് അവസാനം വരെയും. ഇത് റസൂൽ പറഞ്ഞതാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഈ ആയത്തിന്റെ വിശദീകരണം എന്ന പോലെ അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സമഗ്രമായ ഇസ്ലാമിന്റെ വിശദീകരണം? അള്ളാഹ് എന്ന വിശ്വാസത്തിലേക്ക് ഒന്നാമത് മനുഷ്യർ വരിക, ആ വിശ്വാസത്തിൽ അവസാനം വരെ നിലനിൽക്കുക. ഒരു ചെറിയ വിഷയമല്ല ഇത്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ ഇത് എളുപ്പമായിരുന്നു അള്ളാഹു റസൂലിനെ കാണാൻ വേണ്ടി വന്ന ബിലാലിന്. അടിമയായ ബിലാലിന്, നീഗ്രവയായ ബിലാലിന് അറബ് ദേശത്ത് വന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പക്കത്തു നിന്ന് ഈ അള്ളാഹു മാത്രമാണ് ഏകൻ, അവൻ മാത്രമാണ് ഇലാഹെന്ന് പഠിച്ചു പോയ ബിലാൽ ചെന്നുപെട്ടത് ഉമേറത്തിൻ്റെ, അയാളുടെ യജമാനൻ്റെ അടിമത്തൊഴുത്തിലാണ്. അടിമത്തൊഴുത്തിലേക്ക് ചെന്ന് നിൽക്കുന്ന മനുഷ്യനെ അതിക്രൂരമായി അഹദ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ നിലനിന്നില്ലേ? ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ അവരെ കൊണ്ടായിട്ടുണ്ട്. ഈ വിശ്വാസവും ഈ വിശ്വാസം പുലർത്തുന്ന സംസ്കാരവും ഈ വിശ്വാസം പഠിപ്പിക്കുന്ന ആചാരങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ ജീവിതത്തിന്റെ അവസാനം വരെയും കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അല്ലാതെ കേവലം എണ്ണം പറഞ്ഞ 30 ദിവസങ്ങളിലെ പരിവർത്തനമല്ല, അല്ലെങ്കിൽ ആ ജീവിത ദിവസങ്ങളെ വിശുദ്ധി കൊണ്ട് മാത്രം കൈവരിക്കാൻ കഴിയുന്ന നേട്ടങ്ങളല്ല വിശ്വാസിയുടെ മുമ്പിൽ അള്ളാഹു വെക്കുന്നത്. ഇസ്തിഖാമത്തുണ്ടാകണം. നേടിയെടുത്തതൊന്നും വഴിയിൽ വിട്ടുപോകാൻ പാടില്ല. ഒരു മാസം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തിയെടുത്തിട്ടുള്ള, പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടല്ലോ, ഇതിവിടെ കളഞ്ഞു പോകാനുള്ളത് നിലനിർത്തേണ്ടതാണ്. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. വലിയ വെല്ലുവിളികളുണ്ടാകും. ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ അന്നും ഇന്നും എന്നും എല്ലാവർക്കും പ്രയാസമുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് ആദർശം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ബാധ്യതയാണ് ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ചെറിയ കാര്യമല്ല. നോക്കൂ, നമ്മൾ ഈ ലോകത്ത് മുസ്ലിമുകളായി ജീവിക്കാൻ, ഇന്ത്യ രാജ്യത്തടക്കം ലോകത്ത് വ്യാപകമായി ഇസ്ലാം മാത്രം വേട്ടയാടപ്പെടുന്നു. മതത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ മാത്രം വേട്ടയാടപ്പെടുന്നു. മുസ്ലിമിന്റെ ശിരോവസ്ത്രം ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നു. മുസ്ലിമിന്റെ സംസ്കാരങ്ങൾ, ഇസ്ലാമികമായ നമസ്കാരങ്ങൾ ഇന്ന് റോഡിൽ ഇവിടെ ആഘോഷങ്ങൾ, മതത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും റോഡിൽ പോലും നടക്കുന്നു. റോഡ് കയ്യേറി, പൊതുമുതൽ കയ്യേറിയിട്ട് മതവിശ്വാസത്തിന്റെ പേരിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം നടക്കുന്നു. ആ ആഘോഷങ്ങളുടെ മറവിൽ പൊതുജനങ്ങളെ ശല്യപ്പെടുത്തുന്നു, അതിക്രൂരമായി മർദ്ദിക്കുന്നു, മറ്റു ആരാധനാലയങ്ങൾ കല്ലെറിയപ്പെടുന്നു, അത് നശിപ്പിക്കപ്പെടുന്നു, എന്തും പൊതുമുതൽ കൊള്ളയടിക്കപ്പെടുന്നു ആഘോഷത്തിന്റെ മറവിൽ. പക്ഷേ മുസ്ലിമിന് നിസ്കരിക്കാൻ പള്ളി പോലും അനുവദിക്കാത്തൊരു സാഹചര്യം. അവന്റെ പള്ളികൾ സീൽ വെച്ച് പൂട്ടുന്നു. പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി കൂടുന്ന ഈദ്ഗാഹുകൾ പോലും വിലക്കേർപ്പെടുത്തുന്നു. മുസ്ലിം ഐഡന്റിറ്റിയുമായി സമൂഹം പുറത്തിറങ്ങുമ്പോൾ ശിരോവസ്ത്രം നിരോധിക്കുന്നു. ഒരു സ്ത്രീക്ക് വസ്ത്രമില്ലാതെ നടക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അങ്ങനെ നടക്കാവുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തലയിൽ തട്ടമിട്ട പെണ്ണിനെ പിടിച്ചു നിർത്തുന്നു, തട്ടം പിടിച്ചു വലിക്കുന്നവർ. അങ്ങനെ എന്തിനു പേരിൽ ലോകത്ത് ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിയ എന്ന മറവിൽ പിടിച്ചുകൊണ്ട് ഇസ്ലാം വിരോധം കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് ഈ മതം മാത്രം ചിലർക്ക് ശത്രുവാകുന്നു? കാരണം ഇതിൽ സത്യമുണ്ട്, ഇതിലൊരു ആദർശമുണ്ട്, ഇതിലൊരു സംസ്കാരമുണ്ട്. ജനങ്ങൾക്ക് അസൂയ കൊണ്ടിട്ടുണ്ട്. റസൂലിനോട് പറഞ്ഞല്ലോ, റസൂല് താങ്കൾ അവരെ പോലെ, ഈ ആദർശം വിട്ട് അവരെ പോലെ ആകുന്നത് വരെയും താങ്കൾ വേട്ടയാടപ്പെടും, താങ്കൾക്കുള്ള ഒപ്പമുള്ളവരും വേട്ടയാടപ്പെടും. വിട്ടുകളയൽ ഈ ആദർശമെന്ന്. വിട്ടുകളയാൻ പാടില്ല ഈ ആദർശം. അടിയുറച്ച് നിൽക്കുക. എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാലും ലോകത്തെവിടെ പോയാലും വിശ്വാസികൾ വേട്ടയാടപ്പെടും. നിങ്ങൾക്കറിയുമല്ലോ, അസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. പൂർവികരായ പ്രവാചകന്മാരും അവരെ അനുയായികളും വേട്ടയാടപ്പെട്ടു, പിറപ്പിക്കപ്പെട്ടില്ലേ? പരീക്ഷണത്തിന്റെ തീച്ചുളയുടെ കടന്നു പോകേണ്ടി വന്നു. ആദർശ സമൂഹം എന്ന് പഠിപ്പിക്കപ്പെട്ട ആ സമൂഹം അവസാനം ചോദിച്ചു പോയില്ലേ, എവിടെ അള്ളാഹു, എവിടെ അള്ളാഹുവിന്റെ സഹായമെന്ന് ആ പ്രവാചകന്മാരുടെ അനുയായികൾ ചോദിച്ചു. എന്തിനേറെ പ്രവാചകന്മാർ പോലും കൈകൾ മലത്തിയിട്ട്, അള്ളാഹുവേ ഇനി എപ്പോഴാണ് നിന്റെ സഹായമെന്ന് പ്രവാചകന്മാർ പോലും ചോദിച്ചു പോകുമാറ് ഒരു സമൂഹം വേട്ടയാടപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും മർദ്ദനങ്ങൾക്കിരയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശമാണ് കാരണം. അത് അവസാനം വരെ തുടരും. ലോകത്ത് മനുഷ്യൻ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അടിയുറച്ച് നിൽക്കാൻ കഴിയണം. ഈ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങൾ വളരെയേറെയാണ്. ഈ വലിയ കടമ്പകളുണ്ട്. ഈ പ്രയാസങ്ങൾ കടന്ന അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ റബ്ബിന്റെ വിരുന്നാണ്.
അല്ല പറയണം, നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ ആ വിരുന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഒരു യോഗ്യത ഉണ്ടാകണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുന്തും തുഅദൂൻ. വിശുദ്ധ ഖുർആൻ അവസാനമായി പറഞ്ഞു വെക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച വാക്കുകൾ നോക്കൂ. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. ഒരു പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ ബന്ധുജനങ്ങളേക്ക് വീട്ടിലേക്ക് വിളിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഗ്രഹനാഥനെ പോലെ, ഒരു വേണ്ടപ്പെട്ടവനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ പടച്ചവൻ പറയാൻ നുസുലം മിൻ ഗഫൂരിർ റഹീം, നിങ്ങൾക്കേറെ പൊറുത്തു നൽകുന്ന, നിങ്ങളോട് ഏറ്റവും കരുണയുള്ളവരും നിങ്ങൾക്കേറെ പൊറുത്തു നൽകുന്നവനുമായ അള്ളാഹു ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. ആ വിരുന്നിലേക്കുള്ള നിങ്ങളുടെ യോഗ്യത ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹ് മാത്രമാണ് എൻ്റെ റബ്ബ്, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെയോ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹി സുമ്മസ്തഖാമു, അതിൽ അടിയുറച്ചു നിൽക്കണം. ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടും. പടച്ചവന്റെ തീരുമാനമാണ്. നമ്മൾ ആലോചിക്കും, ഈ പലസ്തീനിലാകട്ടെ, ഇന്ത്യയിലോ ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ വിഷയത്തിലാകട്ടെ, എല്ലായിടത്തും വേട്ടയാടപ്പെടുന്നവരല്ലാതെ മുസ്ലിമീങ്ങൾക്ക് വിമോചനത്തിന്റെ കഥകൾ പറയാനില്ല. സമീപകാലത്ത് വിജയത്തിന്റെ കഥകൾ പറയാനില്ല. മുസ്ലിമീങ്ങൾക്ക് എന്നും മർദ്ദനമാണ്, എന്നും മർദ്ദിത സമൂഹമായി, പീഡിത സമൂഹമായി കഴിയാനോ ഗതികെട്ട ഈ സമൂഹത്തിന്റെ അവസ്ഥയെന്ന് ഈ പടച്ചവൻ നീട്ടിക്കൊടുക്കല്ലേ? നമുക്കെന്താ നഷ്ടപ്പെടാനുള്ളത്? പലസ്തീനിലെ പിഞ്ചുമക്കൾ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്ന സ്വർഗമാണ്. ആ മക്കളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ടവരെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അവർ വിജയിച്ചവരാണ്. അവരാരും തോറ്റുപോയവരോ മരിച്ചുപോയവരോ അല്ല. അവർ മരണപ്പെടുന്നില്ലല്ലോ, അവരല്ല തോറ്റുപോകുന്നത്. പക്ഷെ പിന്നെയും അവസരം വെച്ച് ആർക്കെന്നറിയുമോ? ഈ ജൂത പലിശകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു തൗബയുടെ കവാടം തുറന്നിടുകയാണ്. ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയും അള്ളാഹു തൗബയുടെ കവാടം തുറന്നിട്ടിരിക്കുന്നു. ക്രൈസ്തവ ഭീകരർക്ക് വേണ്ടിയും അള്ളാഹു തുറന്നിട്ടിരിക്കുന്നു. ഈ ലോകത്ത് ആഗോളതലത്തിൽ എല്ലാ ജാതി വിഭാഗത്തിന്റെ പേരിലും കുറെ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഭീകരത പറയുമ്പോൾ മുസ്ലിമുകളുടെ അക്കൗണ്ടിൽ മാത്രമേ വേണം. അമേരിക്കയും ഇസ്രായേലും നടത്തുമ്പോൾ അതൊക്കെ രാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളായി മാറും. മുസ്ലിം പക്ഷത്ത് നിന്നുണ്ടാകുമ്പോൾ അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അത് മുസ്ലിം ഭീകരതയുമായി ചിത്രീകരിക്കപ്പെടും. ഇതിപ്പോ ഈ നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കെതിരെ ഇതൊക്കെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അള്ളാഹു കണ്ണയച്ചിട്ടില്ല. അള്ളാഹു കണ്ണയച്ചത് ആരോടെന്നറിയുമോ? അവരോട്. അവർക്ക് ഇനിയും തൗബയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. നന്നാവുന്നുണ്ടെങ്കിൽ ഒരുത്തിനെങ്കിൽ നന്നായിക്കോട്ടെ. ഈ ചെയ്തു പോയ പാവങ്ങൾ ഏറ്റുപറയട്ടെ. അള്ളാഹു റസൂലിന്റെ പ്രിയനായ ഹംസ റളിയല്ലാഹുവിനെ ക്രൂരമായി കൊന്നുകളഞ്ഞ പക്ഷിയും ഹിന്ദു ഇസ്ലാമിലേക്ക് വന്നില്ലേ? അവർ പിടികൂടാമായിരുന്നല്ലോ അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഹംസ, ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊന്ന് ചിത്രപതം ചെയ്ത് ആ ശരീരം നുറുക്കിയെടുത്ത സമൂഹം, ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നൊന്ത് വേദനിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം കണക്കാക്കിയിട്ട് പ്രവാചകന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഹിന്ദിനെയും പക്ഷിയെയും അതേ അവസ്ഥയിൽ ഭൂമിയിലേക്ക് വിഴുങ്ങിക്കാമായിരുന്നല്ലോ അള്ളാഹുവിന്. ചെയ്തില്ല. പക്ഷേ ആ ഹിന്ദും പക്ഷിയും പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നില്ലേ? പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഷഹാദത്ത് പറഞ്ഞ് അവരും ഇസ്ലാമിലേക്ക് വന്നില്ലേ? വഹ്ഷിയെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന്, ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ പറയിപ്പിച്ചില്ലേ അള്ളാഹു? അതുപോലെ അതിക്രൂരമായി മുസ്ലിം വേട്ട നടത്തി അത് ആഘോഷിക്കുന്നവർക്ക് പോലും പശ്ചാത്താപത്തിന്റെ കവാടം തുറന്നിട്ട് കാത്തിരിക്കുന്ന റബ്ബ്. ആ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അവസാനം വരെയും തിരുത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിശക്തമായ പിടുത്തം അവർക്കുണ്ടാകും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പുലർത്തേണ്ടത്, ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിലോ തതനസ്സലു അലൈഹിമുൽ മലായിക, നിങ്ങൾക്ക് മരണം വരുന്ന സമയമുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും അനിവാര്യമായ മരണത്തിലേക്കാണ് ഈ പോകുന്നത്. മരണം വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സങ്കടപ്പെടരുതേ, നിങ്ങൾക്ക് ഭയപ്പാട് വേണ്ട. ഇത്രയും കാലത്ത് അരക്ഷിതാവസ്ഥയ്ക്ക് അവസാനം നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗമൊരുക്കിയിരിക്കുന്നു. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷിക്കേ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ മലക്കുകളെ നിങ്ങളുടെ ശത്രുക്കളല്ല കേട്ടോ. ഞങ്ങൾ മലക്കുകൾ നിങ്ങളുടെ ശത്രുക്കളല്ല. ഇവിടെയും നാളെ പരലോകത്ത് നിങ്ങളുടെ മിത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഞങ്ങൾ മലക്കുകൾ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾ കൊതിക്കുന്നതെന്ന് നൽകപ്പെടുന്ന സ്വർഗം. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നിങ്ങൾ വരുന്നൊരു സുദിനത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ച് പടച്ചവൻ കാത്തിരിക്കുന്നു. നുസുലൻ മിൻ ഗഫൂരിർ റഹീം.
ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുമുള്ള അള്ളാഹുവിൻ്റെ വിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ വിരുന്നിലേക്കുള്ള നിങ്ങളുടെ യോഗ്യത അള്ളാഹുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നാണ്. അതുകൊണ്ട് ശീലിച്ചത്, ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ പകർത്തിയെടുത്തത്, പഠിച്ചു വെച്ചതൊക്കെ ഇവിടെ വിട്ടുപോകാനാണ് തീരുമാനമെങ്കിൽ വിട്ടുപോകാം. പക്ഷെ അള്ളാഹുവിൻ്റെ വിരുന്ന് നിങ്ങൾക്ക് തന്നെ നിൽക്കും. അള്ളാഹുവിൻ്റെ വിരുന്ന്, ആ അള്ളാഹുവിൻ്റെ ക്ഷണത്തിൽ നിങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ പങ്കാളികളാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ശേഷം ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു വെച്ചു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ലോകത്തെ ഏറ്റവും വിപ്ലവ പ്രഖ്യാപനം, ഏറ്റവും മഹത്തായ വാചകങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച ആ വിശ്വാസത്തിന്റെ പന്താവിലൂടെ മുമ്പോട്ട് പോയി ആ മാർഗത്തെക്കുറിച്ച് ജനങ്ങളെ പരിചയപ്പെടുത്തി വഅമില സ്വാലിഹൻ, അച്ചടക്കമുള്ള ഒരു ജീവിതം നയിച്ചു, അള്ളാഹുവിന് കൃത്യമായി ആരാധനകൾ മുറ പോലെ നിർവഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുകയും വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടൊരു മനുഷ്യൻ പറയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനേക്കാൾ മനോഹരമായി ഭൂമിയിൽ സംസാരിക്കുന്ന മനുഷ്യനെ കാണാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതാ നമ്മൾ ആദർശം പ്രഖ്യാപിച്ചിട്ട് അതിൽ അടിയുറച്ചു നിന്ന് ജീവിക്കുക. ഒപ്പം ഒരു മനുഷ്യനെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ ആദർശം പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അഭിമാനമുള്ളൊരു മുസ്ലിമാണ്, എന്ത് സംഭവിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്ന വ്യക്തികളുണ്ടല്ലോ, അവരാണ് ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല മനുഷ്യൻ. അവർക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ വിരുന്ന് കാത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമ്മളൊരു മാസക്കാലം അള്ളാഹു വലിയൊരു പരിശീലനം പോലെ നമുക്ക് വെച്ച് നൽകി. വിശുദ്ധ റമദാൻ മാസം പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാം ഇവിടെ ഉപേക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ നഷ്ടവാളികളായി തീരും. നഷ്ടം നമുക്ക് മാത്രമാണ്. നേട്ടങ്ങൾ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതുവരെ ജീവിതത്തിൽ പകർത്തിയെടുത്തത്, ഇതുവരെ പഠിച്ചു വെച്ചത്, ഈ ഒരു മാസക്കാലം കൊണ്ട് ജീവിതത്തിൽ സ്വയത്തമാക്കിയത്, ആ ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ കരുത്തും ചോർന്നു പോകാതെ അതിനെ സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ അവസാനം വരെയും മുന്നോട്ട് പോവുക വളരെ പ്രയാസമുള്ള വെല്ലുവിളികൾ നിറഞ്ഞൊരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സുസ്ഥിരമായ ജീവിതത്തിൻ്റെ, പാരത്രിക ജീവിതത്തിൻ്റെയും വിജയത്തിൻ്റെയും അടിത്തറ ആദർശത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെ സമീപിക്കുക. അല്ലാഹു ചിന്തിച്ച് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.